കഴിഞ്ഞ ദിവസം എത്ര സമയം ഫോണിൽ നോക്കി തോണ്ടിക്കളിച്ചുകൊണ്ടിരുന്നു? അല്ല, നിങ്ങളിട്ടൊരു പോസ്റ്റിന് കിട്ടിയ ലൈക്കും ഷെയറും കണ്ട് സന്തോഷിച്ചില്ലേ? അതെന്നെ പറഞ്ഞു വരുന്നത് സോഷ്യൽ മീഡിയയെക്കുറിച്ച് തന്നെയാണ്. ആഴ്ചകൾ കാത്തിരുന്ന് കിട്ടുന്ന കത്തുകളും ദിവസങ്ങളെടുത്ത് കയ്യിലെത്തുന്ന ടെലഗ്രാമുകളുടെയും കാലം ഇൻസ്റ്റന്റ് സന്ദേശങ്ങൾക്ക് വഴിമാറിയപ്പോൾ സോഷ്യൽ മീഡിയയിലെ സാക്ഷാൽ രാജാവായ യൂട്യൂബിൻ്റെ ചരിത്രമൊന്ന് പരിശോധിച്ചാലോ? 2005 ഫെബ്രുവരി 14 അന്നായിരുന്നു യൂട്യൂബിൻ്റെ ജനനം. പേയ്പാൽ എന്ന സാമ്പത്തിക സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരായിരുന്ന 3 പേർ, ചാഡ് ഹേർലി, ജാവേദ് കരീം, സ്റ്റീവ് ചെൻ, ഇവർ പ്രണയിതാക്കൾക്കായി ഒരു ഡേറ്റിംഗ് പ്ലാറ്റ്ഫോം ആരംഭിക്കുന്നു. വെറുമൊരു ഡേറ്റിംഗ് പ്ലാറ്റ്ഫോമായിട്ടായിരുന്നു യൂട്യൂബിൻ്റെ ജനനം. സ്ഥാപകരിൽ ഒരാളായ ജാവേദ് കരീം അമേരിക്കയിലെ സാൻഡിഗോയിലെ ഒരു സൂ സന്ദർശിക്കുന്നു. അവിടെ നിന്നും അദ്ദേഹം പകർത്തിയ വീഡിയോ ക്ലിപ്പുകൾ മീ അറ്റ് ദി സൂ എന്ന പേരിൽ അപ്ലോഡ് ചെയ്യുന്നു. ഇതായിരുന്നു യൂട്യൂബിലെ ആദ്യ വീഡിയോ. അന്ന് 2005 ഏപ്രിൽ 23 ആയിരുന്നു. 319 മില്യൺ വ്യൂസ്, 16 മില്യൺ ലൈക്ക്, 1,03,62,432 കമൻറ്റുകൾ. ആദ്യ വീഡിയോ തന്നെ വൻ ഹിറ്റായെന്ന് പറയേണ്ടതില്ലല്ലോ. ബ്രസീലിയൻ ഫുട്ബോൾ ഇതിഹാസം റൊണാൾഡീഞ്ഞോയുടെ വകയായിരുന്നു അടുത്ത മൈൽ സ്റ്റോൺ. സുപ്രസിദ്ധ സ്പോർട്സ് ഉപകരണ നിർമ്മിതാക്കളായ നൈക്കിയുടെ റൊണാൾഡീഞ്ഞോയെ ഫീച്ചർ ചെയ്ത ഒരു പരസ്യമായിരുന്നു ആദ്യ 1 മില്യൺ വീഡിയോ. 2005 ഡിസംബർ ആയപ്പോൾ ഒരു ദിവസം 8 മില്യൺ ആളുകൾ യൂട്യൂബ് ഓരോ ദിവസവും സന്ദർശിക്കുവാൻ തുടങ്ങി. അക്കാലത്ത് 30 സെക്കൻഡ് ദൈർഘ്യം മാത്രമുള്ള വീഡിയോകൾ യൂട്യൂബ് അനുവദിച്ചിരുന്നുള്ളൂ. 2006 ഒക്ടോബർ 9 സെർച്ച് എഞ്ചിൻ ഭീമന്മാരായ ഗൂഗിൾ $1.65 ബില്യൺ യൂട്യൂബ് ഏറ്റെടുക്കുന്നു. നമുക്ക് ചിരപരിചിതമായ ബ്രോഡ്കാസ്റ്റ് യുവേഴ്സെൽഫ് എന്ന ടാഗ് ലൈനുമായി അതിവേഗം വളർന്ന യൂട്യൂബ് വിമിയോ, ട്വിച്ച്, മെറ്റാകഫേ, ഡെയിലി മോഷൻ തുടങ്ങിയ വീഡിയോ ഷെയറിംഗ് സൈറ്റുകളെ എല്ലാം പിന്തള്ളി 1ാം സ്ഥാനത്തുള്ള ജൈത്രയാത്ര ഇന്നും തുടരുന്നു. യൂട്യൂബ് എന്ന പേര് എങ്ങനെ വന്നുവെന്നറിയാമോ? നിങ്ങളെന്ന വാക്കും വടക്കേ അമേരിക്കയിൽ ടി വിക്ക് പ്രാദേശികമായി ഉപയോഗിക്കുന്ന ട്യൂബ് എന്ന വാക്കും മറ്റൊന്നുമല്ലെന്നേ, നമ്മുടെ പഴയ ടി വികളിൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്നൊരു ഭാഗം കണ്ടിട്ടില്ലേ? കാതോട് റേ ട്യൂബ്. അങ്ങനെ യു പിന്നെ ട്യൂബ് രണ്ടും കൂടി ചേർന്ന് യൂട്യൂബായി തീർന്നു. ആദ്യകാലങ്ങളിൽ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനുകളിൽ മാത്രം ലഭ്യമായിരുന്ന യൂട്യൂബ് ക്രമേണ മൊബൈൽ ഫോണുകളിലേക്കും ടി വികളിലേക്കും ടാബുകളിലേക്കും ആധിപത്യം ഉറപ്പിച്ചു. ഗൂഗിളിൻ്റെ കീഴിൽ കാലിഫോർണിയയിലെ സാൻ ബ്രൂണോയിൽ 4 ലക്ഷം സ്ക്വയർ ഫീറ്റ് കെട്ടിടത്തിൽ 2800 ജോലിക്കാർ യൂട്യൂബിന് വേണ്ടി പ്രവർത്തിക്കുന്നു. ഇനി നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നാലോ? ബംഗളൂരു, ഗുർഗായോൺ, ഹൈദരാബാദ്, മുംബൈ എന്നിവിടങ്ങളിലാണ് യൂട്യൂബിൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. അതിവേഗം വളരുന്ന യൂട്യൂബിൻ്റെ പിന്നിട്ട നാൾ വഴികളിലെ ചില നാഴികക്കല്ലുകളിതാ. 2007 യൂട്യൂബ് മ്യൂസിക്, 2015 യൂട്യൂബ് കിഡ്സ്, യൂട്യൂബ് ഗെയിമിംഗ്, 2017 യൂട്യൂബ് സബ്സ്ക്രിപ്ഷൻ, 2020 യൂട്യൂബ് ടി വി ഷോർട്സ്. 2020 കാലഘട്ടത്തിൽ ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ വെർട്ടിക്കൽ വീഡിയോകൾ ലോകമെങ്ങും തരംഗമായതറിയാമല്ലോ. ഇതിനെതിരെ യൂട്യൂബിൻ്റെ മറുപടിയായിരുന്നു ഷോർട്സ്. ഒടുവിലായി ഇക്കാലമത്രയും യൂട്യൂബിനെ മുന്നിൽ നിന്ന് നയിച്ച സാരഥികളെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? ചാഡ് ഹേർലി 2005 മുതൽ 2010 വരെ, സലാർ കമാൻഗർ 2010 മുതൽ 2014 വരെ, സൂസൻ വോച്ച്സ്കി 2014 മുതൽ 2023 വരെ,
2023 മുതൽ ഇന്ത്യൻ വംശജനായ നീൽ മോഹൻ യൂട്യൂബിൻ്റെ തലപ്പത്ത് തുടരുന്നു. ഇന്നും വിജയഗാഥ തുടരുന്ന യൂട്യൂബിൻ്റെ അറിയാ കഥകളേറെയാണ്. അവയെപ്പറ്റി പിന്നീട്.